കണ്ടോ? കണ്ടോ? നല്ലൊരു ഗ്ലോ കിട്ടുന്നില്ല, നല്ലൊരു വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ ഈ പായ്ക്ക് സൂപ്പറാണെന്ന് മനസ്സിലാവില്ല ഇത് കാണുമ്പോൾ തന്നെ. ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കഴുകി കളയട്ടെ. കണ്ടോ? നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, നല്ലൊരു ബ്രൈറ്റൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് എനിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയോ, അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് നിങ്ങളിലൂടെ പറഞ്ഞു തരാമെന്ന്, നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാൽ സൂപ്പർ ഒരു ഫേസ് പാക്കാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പക്ഷേ എനിക്കിത് 101% നല്ല സൂപ്പർ റിസൾട്ട് തന്ന ഒരു ഫേസ് പാക്കാണ്. അത് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ ഞാനത് വാഷ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഇപ്പോഴത്തെ ഈ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറുന്നത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. എന്നാൽ ഇത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആയതുകൊണ്ട് നമുക്കൊരു 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല. ഇത് നമുക്ക് സ്ഥിരം നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ഫേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ ഡെയിലി ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് സ്ഥിരം ചെയ്യാം, യാതൊരു പ്രോബ്ലവും ഇല്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഐറ്റങ്ങളൊന്നുമില്ല. 3 സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ, ആ ഒരു ബ്രൈറ്റൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുക്കുക, ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്ത് വേണമെന്ന് വെച്ചാൽ അരിപ്പൊടിയാണേ. ഞാനിപ്പോൾ എന്തേണ്ട 1 സ്പൂണ് അരിപ്പൊടി ഇതിനകത്തോട്ട് ഇടുവാണ്. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളേ. അപ്പം നമുക്ക് അതിനിപ്പോൾ നെക്കിലും നമ്മുടെ ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യാവുന്ന ഒരു പായ്ക്കായത് കേട്ടോ. നെക്കിലൂടെ ഒക്കെ ഇടണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇടാം, ഒരു 2 സ്പൂണൊക്കെ ഇടാം. അപ്പം ഞാൻ 1 സ്പൂണും 1 ശകലവും കൂടെ എടുക്കുന്നത്. അത് തരിയില്ലാത്ത നമ്മുടെ അരിപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിക്കത്തില്ലേ, പച്ചരി പൊടിച്ച് വെക്കുന്ന ആ ഒരു പുട്ടിൻ്റെ പൊടിയൊക്കെ ഇല്ലയോ, അത്രയും നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കണം. കാരണം ഇതൊരു പായ്ക്കല്ലയോ, സ്ക്രബിൻ്റെ എഫക്റ്റ് ഇതിനകത്ത് കിട്ടരുത്. അപ്പം നമ്മൾ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കണം. ഇതിനകത്തോട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസ്, നമ്മുടെ ഫേസ് എപ്പോഴും മോയ്സ്ചറായിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തൈരാണ് ഒഴിക്കുന്നത്. നല്ല കട്ട തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തൈര് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ, ആവശ്യത്തിനുള്ള തൈര് നമ്മൾ ചുമ്മാ സ്കിന്നിലിട്ട് കഴുകി കളഞ്ഞാലും തൈര് നല്ലൊരു എഫക്റ്റാണ് നമ്മുടെ ഫേസിന് തരുന്നത്. അപ്പം നമുക്ക് തൈരും അരിപ്പൊടി പച്ചരി പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളാണ്. അതൊരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ, വേണ്ട ഒരു ഇത്രയും കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞളിൻ്റെ ആ ഒരു യെല്ലോ ഷെയ്ഡ് മുന്നിൽ നിൽക്കണമെന്നില്ല, അത്രയും ഇട്ട് കൊടുത്താൽ മതി. ഒരു ശകലം കസ്തൂരി മഞ്ഞളോട് ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നമ്മളിത് നമ്മുടെ ഫേസിൽ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നമുക്ക് തൈര് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കും. ഇതിപ്പോൾ ഇച്ചിരി കട്ടയായിട്ടുണ്ട്, ഞാനൊരു ശകലം തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്കാണ്, നല്ല സൂപ്പർ പായ്ക്കാണ്. ഇത് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് നമ്മുടെ ഫേസ് വലിച്ചു മുറുക്കും കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് ഒരു 15 മിനിറ്റ് വേണ്ട. അത് കഴിയുമ്പോൾ നമ്മളിത് കഴുകുന്നത് പച്ചവെള്ളത്തിലല്ല, നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ നമുക്കൊന്നുകിൽ ഫേസ് മസാജ് ചെയ്ത് കഴുകിക്കളയാം. അത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടൻ്റെ ഒരു പാട് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി തോർത്തെടുക്കരുത്, അത് വെച്ച് നമുക്ക് ചെറു ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് തുടച്ചെടുക്കാവേ. അപ്പം ഞാൻ ഈ പായ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഇപ്പോൾ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഈ 1 പായ്ക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. 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 1
ഞാനിപ്പോൾ സ്പൂൺ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. സ്പൂൺ വെച്ച് തന്നെ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇച്ചിരി പച്ചരി ആയതുകൊണ്ട് നല്ല കട്ടി ആയതുകൊണ്ട് നമുക്ക് ഒരു ലെയർ മതി കേട്ടോ. ഫേസിൽ ഒരു ലെയർ ഇട്ട് കൊടുത്താൽ മതി, കട്ടിക്ക് ഇടണ്ട കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതായതുകൊണ്ട് നമ്മൾ കട്ടിക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഞാൻ മിക്ക പായ്ക്കുകളും നമ്മളിപ്പോൾ നെറ്റിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റ് കിട്ടുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ സൺടാനൊക്കെ അടിച്ച് കറുത്ത് കരിവാളിച്ചിരിക്കുന്ന ഒരു സമയം നമുക്ക് ഭയങ്കര സങ്കടമാണ് നമ്മുടെ ഫേസ് കാണുമ്പോൾ. കാരണം നമ്മൾ ഒരുപാട് നമ്മുടെ ഫേസിനെ കെയർ ചെയ്യും. ഫേസിനെ കെയർ ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു അർജൻറ്റ് യാത്രയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു സൺടാൻ അടിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. പെട്ടെന്ന് നമ്മൾ നോക്കും ഇത് ചെയ്യാൻ പറ്റിയൊരു സൺടാനൊക്കെ കളയാൻ പറ്റിയൊരു വീഡിയോ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല ഏതെങ്കിലും ഒരു വീഡിയോ കിട്ടും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർ എഫക്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ കണ്ണിൻ്റെ പുറത്തൊക്കെ ചെയ്യാം കേട്ടോ. ഞാനതിന് സ്പൂൺ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. കൈ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ പുറത്തോട്ട് കുറച്ചിട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ പായ്ക്കിട്ടിട്ടുണ്ട്. മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് നോക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ പുറത്തൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ആ ഡ്രൈ ആവുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള റിസൾട്ടും ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കാണാം. ഹായ്, അപ്പം നമ്മുടെ ഫേസിലെ പായ്ക്ക് നല്ല വൃത്തിയായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എല്ലായിടവും ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒരു ഇച്ചിരി വലിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ കണ്ട് ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു ടവലെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വെള്ളം ഞാനിവിടെ ചെറിയ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊന്ന് മുക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ? കണ്ടോ? നല്ലൊരു ഗ്ലോ കിട്ടുന്നില്ല, നല്ലൊരു വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ ഈ പായ്ക്ക് സൂപ്പറാണെന്ന് മനസ്സിലാവില്ല ഇത് കാണുമ്പോൾ തന്നെ. ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കഴുകി കളയട്ടെ. കണ്ടോ? നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റൻ കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പം ഈ പായ്ക്ക് അന്നേരം സൂപ്പറാണെന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ധൈര്യമായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ? ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ആ ഒരു അതിനെക്കാട്ടി എന്ത് ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്ന് നോക്കി എൻ്റെ ഫേസ്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഈ ഒരു പായ്ക്ക്, വലിയ ചിലവില്ലാത്ത സീറോ കോസ്റ്റ് എന്ന് പറയാം, അത്ര നല്ലൊരു പായ്ക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നമ്മുടെ കുഞ്ഞു ഫാമിലി ഒരു വലിയ ഫാമിലി ആക്കി തരിക. ഉണ്ടോ, നല്ല സൂപ്പർ റിസൾട്ടാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ നല്ല ലൈവായിട്ട് തന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ആഴ്ച 2 വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടില്ല, നല്ലൊരു ഗ്ലോ. ഞാൻ ഇവിടെ കുറച്ചൊക്കെ ഇരിപ്പുണ്ടല്ലോ, അപ്പം ഞാൻ ആ വെള്ളം ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് നല്ലതുപോലെ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഫേസ് പാക്കിൽ എന്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന്. കാരണം ഞാൻ വന്ന് നിന്നപ്പോൾ ആ ഒരു ടെക്സ്ചർ അല്ല ഇപ്പം എൻ്റെ ഫേസിൽ. നല്ലൊരു പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാൻ. ബൈ.